ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കേരള സ്പെഷ്യലായ മഞ്ഞപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതിലേക്ക് 4 നാഴി പച്ചരി കുതിർത്ത് 2 മണിക്കൂറിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉപ്പ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സൈന 2 സവാള, 4 പച്ചമുളക്, കുറച്ച് മല്ലി, പിന്നെ കറിവേപ്പില വേണം. കറിവേപ്പിലയുണ്ട്, മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു കേട്ടോ. മല്ലിയിലുണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ്. എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു തേങ്ങ ഫുള്ളായി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് 1 കിലോ അരിക്കാണ് കേട്ടോ ഒരു തേങ്ങ. നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച്, അതായത് 1/2 ആയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വരാനായിട്ട് കേട്ടോ മാവ്. അപ്പോൾ കുറച്ച് ലൂസ്, അതായത് നമ്മൾ പാനിലേക്ക് ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം വരാനായിട്ട് കേട്ടോ. ഇരുമ്പ് തവിയിൽ ചുടുമ്പോഴാണ് കേട്ടോ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുക. പക്ഷേ എൻ്റെ മോളായിരുന്നു കേട്ടോ പിന്നീട് ഓരോന്നായിട്ട് ചുട്ടെടുത്തത്. അപ്പോൾ ഇരുമ്പ് തവ മാറ്റിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടായിരുന്നു അവൾ ഓരോന്നായിട്ട് ചുട്ടെടുത്തത്. പക്ഷേ നോൺ സ്റ്റിക്ക് പാനിൽ ചുട്ടെടുത്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയില്ല. ഇരുമ്പ് തവിയിലാകുമ്പോൾ അതിൻ്റേതായ സൈഡൊക്കെ മരിഞ്ഞിട്ട് ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ മോളിനെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നോൺ സ്റ്റിക്ക് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി മഞ്ഞപ്പം കൂടിയാണ്. ഇങ്ങനെയല്ല ശരിക്കും ചെയ്യുന്നത്, വേറെ രീതിയിലാണ്. 2 വിധത്തിൽ ഇതിങ്ങനെ ചെയ്തെടുക്കുക. ഇത് എൻ്റെ ഒരു മെത്തേഡിലാണ് കേട്ടോ ചെയ്തത്. ഞാൻ എല്ലാം അങ്ങനെ പരീക്ഷിച്ച് നോക്കാറുണ്ട് കേട്ടോ. പഴയ അമ്മമാരുടെ ഭക്ഷണമെല്ലാം ഒന്ന് പുതുക്കി പണിയാറുണ്ട് പറയില്ല, അതുപോലെ എല്ലാം പുതുക്കി പണിയാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ മസാലകളൊക്കെ വേണം, അതുകൊണ്ടാണ് എങ്ങനെ ചെയ്തത് കേട്ടോ. ഇതിപ്പോൾ കാണിച്ചത് ചുക്ക് കഷായമാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് കുട്ടികൾക്കും വലിയവർക്കും നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് ജലദോഷമോ പനിയോ ചുമയോ തൊണ്ടവേനോ ഒന്നും വരില്ല കേട്ടോ. കുട്ടികളെ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇത് മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതുവരെ അവർക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല കേട്ടോ. ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഇപ്പോൾ കുട്ടികളുടെ തിരക്കായിരിക്കും, മഴക്കാലം കൂടിയല്ലേ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മുടെ അപ്പമൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. മോളാണ് കേട്ടോ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ ഉണ്ടാക്കിയത് ആ മഴ സമയത്തായിരുന്നു കേട്ടോ. മഴ സമയത്ത് ഇതും ചായയും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.